ഹായ് ഡിയേഴ്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസ് ഡിസൈനാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നെക്കിലും സ്ലീവിലും ഡിസൈൻ വരുന്നുണ്ട്. പ്ലെയിൻ ബ്ലൗസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേരള സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. ബീഡ്സും സീക്വൻസും ആണ് ഈ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലീഫ് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനായിട്ട് ഈ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ലൈനിലോട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ത്രെഡിലോട്ട് 4-5 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സെൻട്രലായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നീഡിൽ മുകളിലോട്ട് എടുത്തിട്ട് ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും 4-5 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇനി യൂസ് ചെയ്യുന്നത് ആൻറ്റിക് കളർ ഷുഗർ ബീഡ്സ് ആണ്. ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു സീക്വൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നീഡിൽ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആൻറ്റിക് കളർ ഷുഗർ ബീഡ്സ് കൊണ്ട് രണ്ട് സൈഡും ചെയ്തെടുക്കണം. ഒരു ഫെദർ പോലെയാണ് ഈ ഒരു ഡിസൈൻ വരിക. ഓരോ ആൻറ്റിക് കളർ ഷുഗർ ബീഡിൻ്റെ അറ്റത്തായിട്ടും സീക്വൻസ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും ചെയ്തെടുക്കാം. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ബീഡ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ബീഡ്സ് ലോക്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് കംപ്ലീറ്റ് ചെയ്താലുള്ള ഫൈനൽ ലുക്കാണിത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ മെറ്റീരിയലിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ലൈൻസിലെല്ലാം നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നാല് ബീഡ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ നീഡിൽ പാസ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ ക്രോസ് ആയിട്ടും ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇതുപോലെ സ്ലീവിൽ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഓവൽ ഷേപ്പിലുള്ള ബീഡിൻ്റെ കൂടെ ഒരു സീക്വൻസ് കൂടെ ഇട്ട് കൊടുക്കണം.
ഇതുപോലെ 4 സൈഡിലും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.